ദുന്യാവിലെ സമ്പത്തും മുതലും ദുന്യാവിലെ ഭക്ഷണങ്ങളും വിഭവങ്ങളായ ഭക്ഷണങ്ങളും അമ്പരചുംബികളായ കെട്ടിടങ്ങളും അല്ലാഹു തആല നമുക്ക് തന്നില്ലേ? ഇതൊന്നുമില്ലാത്ത സ്വഹാബാക്കള് ഈ ഭക്ഷണവും സൗകര്യങ്ങളും അല്ലാഹു ആഖിറത്തമാനിലെ ഉമ്മത്തുകൾക്ക് പുന്നാര നബി തങ്ങളെ ഉമ്മത്തുകൾക്ക് നൽകുമെന്ന് പറഞ്ഞപ്പോൾ പുന്നാര നബി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബാക്കൾ ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അവർ ഈ ഭക്ഷണങ്ങൾ കഴിച്ച് ഈ ദുനിയാവിന്റെ ആഡംബരങ്ങൾ സ്വീകരിച്ച് സൗകര്യങ്ങൾ സ്വീകരിച്ച് ഖൈറിൽ അവർ ഞങ്ങളെ ഓവർടേക്ക് ചെയ്യില്ല നബിയെ, ഞങ്ങളെ അതിജയിക്കുകയില്ല നബിയെ, ഞങ്ങളെ മുൻകടക്കുകയില്ല നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരിക്കലുമില്ല സ്വഹാബാക്കളെ, അവർ ഈമാനിന്റെ ശക്തി കുറഞ്ഞവരാണ്, ഈമാനിന്റെ ലസ്സത്തില്ലാത്തവരാണ്, ഇബാദത്ത് ചെയ്യാൻ മടിയന്മാരാണ്, അവർ ദുനിയാവിന്റെ പളപളപ്പിൽ അകപ്പെട്ടവരാണ് സ്വഹാബാക്കളെ. അവർക്ക് ഈമാനിന്റെ ശക്തിയില്ല, ദുനിയാവാണ് അവർക്കാഗ്രഹം, ആഖിറത്തിന്റെ ചിന്തയില്ല, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരവസ്ഥയിലല്ലേ നാം നീങ്ങിക്കൊണ്ടുപോകുന്നത്? നമ്മളുടെ ചരണമതല്ലേ? നമുക്ക് ഈമാനിന്റെ ശക്തിയുണ്ടോ? ഈമാനുണ്ടോ? അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടോ? മരിക്കുമെന്ന ഓർമ്മയുണ്ടോ? നാം മരിക്കാതിരിക്കുമോ? ഏതെങ്കിലും ഒരു ദിവസം നമ്മൾക്ക് അല്ലാഹു കണക്കാക്കിയ ആ ദിവസം അസ്റായീൽ അലൈഹിസ്സലാം നമ്മളുടെ മുന്നിലേക്ക് വന്ന് റൂഹ് പിടിക്കാൻ ഒരുമ്പെടുമ്പോൾ നമ്മുടെ അന്നത്തെ അവസ്ഥ എന്തായിരിക്കും? എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? ഒരു നിലക്കും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. മരണവേദന സഹിക്കേണ്ടവരല്ലേ? ആ മരണം ആസ്വദിക്കേണ്ടവരല്ലേ? ഒരു ശരീരവും അതിന്റെ രുചി അനുഭവിക്കാതെ പോവുകയില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകം അടക്കി ഭരിച്ചിരുന്ന രാജാക്കന്മാരെവിടെ? ഈ ലോകത്തെ ഞാനാണ് ഏറ്റവും വലിയ റബ്ബത്ത് പറഞ്ഞ ഫറോവ ചക്രവർത്തിമാരെവിടെ? അബൂജഹൽമാരെവിടെ? ഖാറൂനെവിടെ? നമ്രൂദെവിടെ? എല്ലാ രാജാക്കന്മാരെയും മരണമെന്ന സിംഹം പിടികൂടിയെങ്കിൽ ലോകം അറിയപ്പെട്ട പണ്ഡിതന്മാരെവിടെ? നാം വാട്ടുന്ന പണ്ഡിതന്മാരെവിടെ? സാലിഹീങ്ങളെവിടെ? ഇമാമുകളെവിടെ? അവരെന്താ മരണപ്പെട്ടു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം താമസിക്കുന്ന വീട്ടിൽ നമുക്ക് മുമ്പ് താമസിച്ചവരെവിടെ? നാം കിടക്കുന്ന കട്ടിലിൽ നമുക്ക് മുമ്പ് കിടന്നവരെവിടെ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം നടക്കുന്ന ഈ ഭൂമിയിലൂടെ നമ്മളുടെ കാൽപാദത്തിന്റെ അടിയിൽ എത്ര കാൽപാദങ്ങൾ പതിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. ആ കാലിന്റെ ഉടമസ്ഥവരുടെ എവിടെ? അവരൊക്കെ മണ്ണിന്റെ അടിയിലല്ലേ? അവരൊക്കെ മരിച്ചുപോയില്ലേ? കാലമാവും കാവുകളിൽ പൂത്ത പൂക്കൾ നമ്മൾ കാലതാമസം ദിനാ പൊഴിയുകില്ല പൂക്കൾ. കാലമാകുന്ന വലിയ മരത്തിലെ പൂക്കളാണ് നമ്മള്. കഴിഞ്ഞ ഓരോ കാലഘട്ടത്തിലെയും ആ കാലമാകുന്ന മരത്തിൽ പൂക്കളുണ്ടായിരുന്നു. ആ പൂക്കൾ ഒന്നിന് പുറമെ ഒന്നായി കൊഴിഞ്ഞു വീണെങ്കിൽ കാലമാകുന്ന മരത്തിലെ പൂക്കളല്ലേ നമ്മളും കൊഴിഞ്ഞില്ലേ? നമ്മളും ഈ മരത്തിൽ നിന്ന് കൊഴിഞ്ഞില്ലേ? നമ്മളും മരിക്കില്ലേ? നമ്മളുടെ മരണവാർത്തയും മെസ്സേജായി ഫോണുകളിലൂടെ സഞ്ചരിക്കില്ലേ? നമ്മളുടെ മയ്യത്ത് കാണാനും ബന്ധുക്കളും സുഹൃത്തുക്കളും നമ്മളുടെ വീടുകളിലേക്ക് എത്തില്ലേ?
നമ്മുടെ മയ്യത്തും കഫൻ ചെയ്യില്ലേ? നാം സ്വയം ഇപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് കുളിക്കാൻ കഴിയാതെ, തളിക്കാൻ കഴിയാതെ, സോപ്പ് തേക്കാൻ കഴിയാതെ, വെള്ളം ഒഴിക്കാൻ കഴിയാതെ നമ്മളുടെ ശരീരം കുളിപ്പിക്കപ്പെടില്ലേ? കഫൻ ചെയ്യപ്പെടില്ലേ? നമ്മളുടെ മയ്യത്ത് കൊണ്ടുപോകാൻ പള്ളിയിലെ മയ്യത്ത് കെട്ടിൽ നമ്മളുടെ വീരമുറ്റത്തെത്തില്ലേ? ആ കട്ടിലേക്ക് നമ്മളുടെ ജനാസ എടുത്തു വയ്ക്കില്ലേ? നമ്മളെയും കയറിക്കൊണ്ടുപോകില്ലേ? ഖബറിന്റെ ആറടി മണ്ണിലേക്ക് താഴ്ത്തപ്പെടില്ലേ? ആ രാത്രി ഖബറിൽ നമ്മൾ കഴിയേണ്ടി വരില്ലേ? ആരാരുമില്ലാത്ത ഖബറിൽ എന്റെ ശരീരം അടക്കം ചെയ്യില്ലേ? ഞാൻ എന്റെ മാറിലേക്കുന്ന എന്റെ ഭാര്യ മക്കള്, എന്റെ കുടുംബക്കാർ, അവരെല്ലാം എന്റെ ഖബറിൽ ഒറ്റയ്ക്ക് തനിച്ചവിടെ അവശേഷിപ്പിച്ച് ബാക്കിയാക്കി പോകുമ്പോൾ എന്റെ പുന്നാര മോനെ എനിക്ക് കൂട്ടായൊന്ന് നിൽക്കുമോ? എന്റെ ഭാര്യ കൂട്ടായൊന്ന് നിൽക്കുമോ? എന്റെ മക്കളെ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്റെ കൂടെ എനിക്കൊന്ന് നിൽക്കുമോ? എന്റെ സുഹൃത്തുക്കളെ, എന്റെ ബന്ധുക്കളെ, എന്റെ നാട്ടുകാരെ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഈ ഖബറിൽ എനിക്ക് ഞാൻ ഒറ്റക്കാകുന്നതിൽ നിന്നൊഴിവാകാൻ എന്റെ കൂടെ ഒരു ഈരാത്തിന് വേണ്ടി നിൽക്കുമോ? ആരോട് നമ്മൾ ചോദിച്ചിട്ടെന്താ? ആരെങ്കിലും നിൽക്കുമോ? ആരെങ്കിലും നിൽക്കുമോ? ഒരാൾക്കും നിൽക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, നാം കെട്ടിപ്പുണരുന്ന നമ്മളുടെ കരളിന്റെ കഷ്ടമായ നമ്മളുടെ ഭാര്യയുണ്ടല്ലോ, ഒരു ദിവസം പോലും നമ്മൾ കബറയും വിട്ട് നിൽക്കാൻ നമ്മളുടെ മനസ്സനുവദിക്കാത്ത വിധം നാം സ്നേഹം നൽകുന്ന നമ്മളുടെ ഭാര്യ മക്കളുണ്ടല്ലോ. നമ്മളെ ഖബറിൽ താഴ്ത്തപ്പെട്ട് ആ രാത്രി നാം ഖബറിൽ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ വീട്ടിന്റെ അകത്ത് ഫാനിന്റെ അടിയിൽ കിടന്നിറങ്ങുന്ന നമ്മളുടെ ഭാര്യയുടെ മനസ്സിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ആ ഇരുളുള്ള ഖബറിന്റെ അകത്ത് ആരാരുമില്ലാത്ത പള്ളിപ്പറമ്പില് ഒറ്റയ്ക്ക് കിടക്കുകയാ. ഞാൻ ആ ഖബറിന്റെ സമീപം ഒന്ന് പോയി കിടക്കട്ടെ എന്നാലോചിക്കാൻ നമ്മളുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് കഴിയില്ല. ഭാര്യമാരെ അതിനൊരുങ്ങില്ല. ചിന്തിച്ചു നോക്കൂ. ഞാൻ ഓർക്കുന്നു, ഞാൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹം നൽകേണ്ടിയിരുന്ന എന്റെ പ്രിയപ്പെട്ട മാതാവിനെ സ്നേഹിച്ച, മാതാവിനോടങ്ങേറ്റം സ്നേഹിച്ച, നമുക്ക് കഴിയുന്നത്രയും കഴിവിന്റെ പരമാവധി നാം സ്നേഹം നൽകേണ്ട നമ്മളുടെ മാതാവ്, ആ മാതാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ആരുടെയെല്ലാം മാതാപിതാക്കൾ മരിച്ചിട്ടുണ്ടോ അവരുടെ ഖബർ അല്ലാഹു തആല സ്വർഗ്ഗത്തോപ്പാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മാതാവ്, ആ മാതാവ് മരിക്കുന്നതിന് മുൻപേ പലപ്പോഴായി എന്നോട് ചോദിച്ചു, ഞാൻ മരിച്ചാൽ നീ എന്ത് ചെയ്യും? ഞാൻ മരിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് എന്റെ മാതാവ് പലപ്പോഴെന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പലതും ചിന്തിച്ചിരുന്നു. എന്റെ ഈ മാതാവില്ലാതെ ഞാനെങ്ങനെ ജീവിക്കും? ഈ മാതാവില്ലാതെ ഞാനെങ്ങനെ കഴിയും? ഈ മാതാവില്ലാതെ ഞാൻ ഒരു നിമിഷം പോലും എങ്ങനെ തള്ളി നീക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു പോയിരുന്നു. പക്ഷേ ഒരു റമദാനിന്റെ 10-ാം ദിവസം എന്റെ പ്രിയപ്പെട്ട മാതാവ് വിട പറഞ്ഞു പോയി. ആ മാതാവ് പിരിഞ്ഞതിന് ശേഷം, ആ മാതാവ് എന്നിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം ഞാൻ മറന്നു കളഞ്ഞില്ലേ? ആ മാതാവിനെ മാതാവിന്റെ മരണം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ആ മരണത്തിന് ശേഷം എന്റെ ജീവിതം എനിക്ക് ഓർക്കാൻ പോലും കഴിഞ്ഞില്ല. പക്ഷേ മാതാവ് മരിച്ചപ്പോൾ എന്റെ അവസ്ഥ മാറിയില്ലേ? ആ മാതാവിനെ ഞാൻ മറവ് ചെയ്തില്ലേ? മാതാവിന്റെ ഖബറിലേക്ക് മണ്ണിട്ടില്ലേ? മറമാടി ഞാൻ തിരിച്ചു വന്നില്ലേ? അതിനുശേഷം ഒരുപാട് ദിവസം എന്റെ മനസ്സിൽ വളരെ സങ്കടവും ദുഃഖവും ഉണ്ടായിരുന്നെങ്കിൽ കാലക്രമേണ മാതാവിനെ ഞാൻ മറന്നില്ലേ? എന്റെ പിതാവിനെ മറന്നില്ലേ?
എങ്കിൽ എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബങ്ങൾ മറക്കില്ലേ? ഭാര്യമാർ മറക്കില്ലേ? ഇന്ന് ഞാൻ നിന്റേതാണ്, എന്റെ നാമം ഓർക്കും. ഇന്ന് നിങ്ങൾ എന്നെ ഓർക്കും, കണ്ണിനീരൊഴിക്കും. എന്റെ ദേഹം മണ്ണിനോടലഞ്ഞലിഞ്ഞി തീർന്നാൽ അന്ന് നിങ്ങൾ ദാനവും നാമവും മറക്കും. ഇന്ന് നമ്മൾ പലരുടേതാണ്. ഞാൻ എന്റെ ഭാര്യയുടേതാണ്, എന്റെ മക്കളുടേതാണ്, എന്റെ ബന്ധുക്കളുടേതാണ്, നമ്മുടെ കുടുംബങ്ങളുടേതാണ്. നാം ഇന്ന് പലരുടേതുമാണ്. പക്ഷേ നമ്മൾ മരിച്ച് നമ്മളുടെ ശരീരം മണ്ണിനോട് ചേർന്ന് അത് മണ്ണായി മുഴുവനും നിർമ്മിച്ച് മണ്ണായി തീർന്നാൽ മരിച്ചിട്ട് ഏതാനും ദിവസം നമ്മളുടെ ഭാര്യമാർ, കുടുംബക്കാർ വീട്ടിൽ നിന്ന് പത്തിരിയുണ്ടാക്കി പള്ളിയിലേക്ക് സദഖ നൽകും, പാപങ്ങൾക്ക് സദഖ നൽകും, നമ്മളുടെ പേരിൽ കർമ്മം ചെയ്യും, നമ്മളുടെ പേരിൽ യാസീൻ ഓതും, നമ്മളുടെ പേരിൽ ഖത്ം ഓതും, നമ്മളുടെ പേരിൽ മൗലീദ് കഴിക്കും, നമ്മളെ ഓർത്തുകൊണ്ടിരിക്കും. പക്ഷേ നാടുകൾ കഴിഞ്ഞു പോകുമ്പോൾ ദാനം നിലച്ചു പോകില്ലേ? സംഭാവനകൾ നിലച്ചു പോകില്ലേ? നമ്മെ തന്നെ മറന്നു പോകില്ലേ? നമ്മളുടെ ഖബറിന്റെ സമീപം നമ്മളുടെ പുന്നാര മക്കൾ, നമ്മെ നാം വളരെ സ്നേഹം നൽകിയ മക്കളും അവരുടെ മക്കളും നമ്മളുടെ ഖബർ തിരിച്ചറിയാതെ ആ ഖബറിന്റെ മുകളിലൂടെ ചവിട്ടി നടക്കില്ലേ? അവരുടെ മക്കൾ നടക്കില്ലേ? ഖബറിൽ ഖിയാമത്തിന്റെ ഊത്തും കാത്ത്, ഖിയാമത്തിന്റെ വിളിയും കാത്ത് കിടക്കേണ്ടവരില്ലേ? ആ ഖബറിൽ സുദീർഘമായ കിടപ്പ് നമ്മൾ കടക്കേണ്ടവരല്ലേ? ഈ ചിന്ത നമ്മളുടെ മനസ്സിലെപ്പോഴും വേണ്ടേ? ഇത് ചിന്തിക്കുന്ന ഒരു മനുഷ്യന്, ഇതാലോചിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഈ ദിനരാത്രങ്ങൾ വെറുതെ തള്ളിക്കളയാൻ കഴിയുക? ഈ ദുനിയാവിന്റെ പളപ്പളപ്പിൽ കെട്ടിമറിയാൻ കഴിയുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിൽ മുന്നേറാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വസാരിഉ ഇലാ മഗ്ഫിറതികും എന്ന ആയത്തുണ്ടല്ലോ. ആ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് കുതിക്കാനല്ലേ, സ്വർഗത്തിലേക്ക് കുതിക്കാനല്ലേ, അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് കുതിക്കാനല്ലേ. ഈ ആയത്തിന്റെ ധ്വനി കേട്ടപ്പോഴല്ലേ പാത്രത്തിൽ നിന്ന് കാരക്ക തിന്നുകൊണ്ടിരുന്ന സ്വഹാബി കാരക്ക പാത്രം വലിച്ചെറിഞ്ഞിട്ട് ഈ കാരക്ക തിന്ന് തീർക്കാനുള്ള സമയം, ഇതും തിന്ന് നിൽക്കാനുള്ള സമയം എനിക്കില്ല, എനിക്കെന്റെ നാഥന്റെ സ്വർഗത്തിലേക്ക് കയറണമെന്ന് പറഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് പാത്രം വലിച്ചെറിഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടി ഷഹീദായ സ്വഹാബാക്കളില്ലേ? ആയത്ത് കേട്ടപ്പോൾ യുദ്ധകളാങ്കിരണത്തിലേക്ക് എടുത്തു ചാടി ഷഹീദായിട്ടുണ്ടെങ്കിൽ, ആയത്ത് കേട്ടപ്പോൾ ഹൃദയം കിടിലം കൊണ്ടിട്ടുണ്ടെങ്കിൽ, ആയത്ത് കേട്ടപ്പോൾ ബോധം കെട്ട് ബോധരഹിതനായി വീണിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ ആയത്ത് കേട്ടപ്പോൾ ഹൃദയം പൊട്ടി മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ ആയത്ത് കേൾക്കുമ്പോൾ, വയലുകൾ കേൾക്കുമ്പോൾ, പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ യാതൊരു ചാഞ്ചാട്ടവും നമ്മളുടെ മനസ്സിൽ വരുന്നില്ലെങ്കിൽ നമ്മളുടെ ഈമാനെ കുറിച്ച് ചിന്തിക്കണം, നമ്മളുടെ അവസാന സമയത്തെക്കുറിച്ച് ചിന്തിക്കണം, ഈ അവസാന സമയത്തെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാനും തഖ്വയും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. റഹ്മുർ റഹീമായ തമ്പുരാനെ